മക്കളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 20 മാർക്കിന് എക്സാം ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് പേട് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പേട് കിസ്കി രചന ഹെ? പേട് ആരുടെ രചനയാണ്? ആരാണ് പേട് രചിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. സുശീൽ ശുക്ൽ. രണ്ടാമത്തത്, കിസ് വിധാക്കി രചന ഹെ? ഏത് പ്രകാരത്തിലുള്ള രചനയാണത്? കവിത. ധൂപ് സിൽനെ സെ ക്യാ ബിഗർ ഗയി? വെയിൽ വന്നപ്പോൾ എന്താണ് ചിതറിപ്പോയത്? ഛായ, ഛായായെ, നിഴലുകൾ. പേടിനെ ക്യാ ക്യാ സിലായി കി? പേട് എന്തൊക്കെയാണ് തുന്നിച്ചേർത്തത്? രംഗ് और സുഗന്ധ്. പേടിനെ പ്രത്യേക ഫലമേ ക്യാ ഭരാ ഹെ? മരം ഓരോ പഴങ്ങളിലായിട്ട് എന്താണ് നിറച്ചിരിക്കുന്നത്? ഓരോരോ മരങ്ങളിലെ ഓരോരോ പഴങ്ങൾ, അതിലൊക്കെ എന്താണ് നിറച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പനാ സ്വാദ്, സ്വന്തം സ്വാദ്. അതായത് ഓരോ മരങ്ങളിലുള്ള പഴങ്ങൾക്കും പ്രത്യേക സ്വാദാണ് ഉണ്ടായിരിക്കുക അല്ലേ? അതുകൊണ്ടാണ് അപ്പനാ സ്വാദ്, സ്വന്തം സ്വാദാണ് അതിൽ നിറച്ചിരിക്കുന്നത്. കവിനെ പേടുക്കോ ക്യാ കഹാ ഗയാ ഹെ? കവി മരത്തിനെ എന്തായിട്ടാണ് ഇതിൽ പറയുന്നത്? എന്താണ് ഈ കവിതയിൽ കവി മരത്തിനെ പറയപ്പെടുന്നത് ആരായിട്ടാണ് എന്നാണ് ചോദിച്ചത്. ആരായിട്ടാണ്? ദർജി. എന്താണ് ആൻസർ? ദർജി. കവിതാമേ പേട് കിൻ കിൻകോ സിൽത്താ ഹെ? കവിതയിൽ മരം എന്തിനൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത്? കിൻ കിൻ. എന്തിനെയൊക്കെയാണ് കവിതയിൽ മരം തുന്നിച്ചേർക്കുന്നതായിട്ട് പറയുന്നത്? ധൂപ്. ധൂപിൻ്റെ ദാ അങ്ങനെയാണ് മക്കളെ. അല്ലേ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ പ്രിൻ്റ് ചെയ്യണ സമയത്ത് ദാ ഇങ്ങനത്തെ ധൂപാണ്, ഇങ്ങനത്തെ ദായാണ് കേട്ടോ, അങ്ങനത്തെ ദായാണ്. ധനം ദ. ധൂപ് ഗോൻസലെ ഹവായേം ഫൂൽ ആദി കോ സിൽത്താ ഹെ? വെയില്, കൂട്, കാറ്റ്, പൂക്കൾ മുതലായവയെ തുന്നിച്ചേർക്കുന്നു. ഇനിയുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇനിയും അതിൽ ആൻസർ കാണാം അല്ലേ? ഹവാ, ധൂപ്, ഗോൻസലെ, ഫൂൽ, അത്രയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പേട് കോ ദർജി ക്യോ കഹാ ഗയാ ഹെ? മരത്തിനെ തയ്യൽക്കാരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മിട്ടി, രംഗ്, ഹവ और പാനി, इन सभी प्राकृतिक तत्वों को, तत्वों എന്നാണ്, तत्वों വായാണ് ഇവിടെ, तत्वों को एक साथ जोड़कर एक सुंदर प्रकृति का निर्माण किया है. എന്തുകൊണ്ടാണ് മരത്തിനെ ഒരു തയ്യൽക്കാരനാണ് എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. മരം എന്ത് ചെയ്യുന്നു? മണ്ണ്, നിറം, വായു, വെള്ളം, സൂര്യപ്രകാശം ഉണ്ട് അല്ലേ? ധൂപും കൂടെ ചേർക്കാം. ഇൻ സബി പ്രാകൃതിക തത്വങ്ങൾക്കോ, ഈ എല്ലാ പ്രാകൃതിക തത്വങ്ങളെയും ചേർത്തിട്ട് ഏക്ക് സാത്ത് ചോടുക്കർ, എല്ലാം ഒന്നിച്ച് യോജിപ്പിച്ച് ഒരു സുന്ദരമായ പ്രകൃതി നിർമ്മിക്കുന്നത് കൊണ്ടാണ് പേടിനെന്ത് ചെയ്യുന്നത്? തയ്യൽക്കാരൻ എന്ന് പറയുന്നത്. ഒരു തയ്യൽക്കാരൻ എപ്രകാരമാണോ തുണികൾ ചേർത്ത് വെച്ചിട്ട് നല്ല മനോഹരമായ ഡ്രസ്സ് തയ്യാറാക്കുന്നത്, അതുപോലെ മരം എന്ത് ചെയ്യുന്നു? സുന്ദരമായ ഒരു പ്രകൃതി നിർമ്മിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത് സഹി മിലാൻ കരയാണ്. പേടിനിവിടെ ദർജിയായിട്ടാണ് പറഞ്ഞത് അല്ലേ? തയ്യൽക്കാരനായിട്ട്. ബാലസാഹിത്യകാർ സുശീൽ ശുക്ല. നമ്മൾ ഈ കവിതയിൽ പഠിച്ചത് ബാലസാഹിത്യകാരനാണ് സുശീൽ ശുക്ലജി. വനമേ വനക്കേ സ്വാദ്, വനത്തിൽ വനത്തിൻ്റെ സ്വാദ് നിറച്ചിരിക്കുന്നു. സിലി ഗോൻസലെ, സിലി ഗോൻസലെ, ഗോൻസലെ തുന്നിച്ചേർത്തിരിക്കുന്നു. ഫൂൽ പശ്മിനെ, ബിഗർ ഗയി ഛായായെ. അത്രയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും നോക്കുക, ഇത് നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.